എന്താണ് സുഖല്ലേ? കൊമ്പങ്കാട് പോയ അസ്സലാമലൈക്കും. പരപ്പനങ്കാടിയുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തല്ലുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൊമ്പങ്കാട് പോയ വെളിപ്പത്തിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ്. കൊമ്പങ്ങാട് കോയനും കുഞ്ഞാമ്പൂരിന്റെ വീട്ടിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വഴി കൊടുക്കാൻ അപേക്ഷിക്കുകയാണ്. കൊടുക്കുക. അടിപൊളി. അസ്റ്റർ പ്രസിഡന്റ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും മുമ്പിലൊക്കെ മാറണമെന്ന് അപേക്ഷിക്കുന്നു. കുട്ടികള് വിട്ടിട്ടില്ലട്ടോ കോയക്കനാ. മക്കളെ നമ്മളെ കൊമ്പങ്കാട് ഗോവനെ സ്വീകരിക്കാൻ വന്ന ആളുകളാണ് കേട്ടോ. കൊമ്പങ്കാട് ഗോവ വെട്ടിപ്പോയതാണ്. നീർക്കോലിയും തവളയും കൊമ്പങ്കാട് ഗോയാക്കി നമ്മളെ നീർക്കോലിയും തവളയും എല്ലാവരും ഇറങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളെ കാട്ട കളി കാണണം. സ്റ്റേജ് നമ്മൾ എല്ലാവരും ഇറങ്ങിക്കോ. ഒന്ന് സ്റ്റേജ് നമ്മൾ ഇറങ്ങിക്കോ. സ്റ്റേജിൽ എല്ലാവരും ഇറങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പുമാണ് നമ്മുടെ വേദിയിൽ നിൽക്കുന്നത്. എന്താണ് സുഖല്ലേ? കൊമ്പങ്കാട് പോയ അസ്സലാമലൈക്കും. നമസ്കാരം. എന്തായാലും എലഗൻസ് ബ്രൈഡൽ റിട്ടേൺ ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ സ്നേഹിക്കുന്ന പരപ്പനങ്കാടിയുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തവളയേനോ? ഒക്കെ ഉണ്ടായിക്കോട്ടെ. തവളയും നീർക്കോലിയൊക്കെ അതൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മള് ഇവിടെ എത്തിയത് അല്ലേ? അതാണ് നമ്മള് ശൈലിയിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ. പിന്നെ പറഞ്ഞുതരാം.
അപ്പോ എന്താ കൂടുതൽ പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇത്രയും റിസ്ക് എടുത്തിട്ട് നീർക്കോലി വീരാനായിട്ടും തവളായിട്ടും സുളകനായിട്ടും അംസായിട്ടും ഒക്കെ നിങ്ങളെ മുന്നിൽ വരുന്നത്. ഈ ഡ്രമ്മൊക്കെ തച്ചിക്കാണ്ട് ഇതിനെ കൊള്ളിച്ചതൊക്കെ അതുകൊണ്ടാണ്. ആകെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒറിജിനലാണ്, എഡിറ്റിംഗ് ഒന്നല്ല. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇത് നിങ്ങളെ മുന്നിലെത്തും. എന്തായാലും ആദ്യം തന്നെ ഈ എലഗൻസ് ബ്രൈഡൽ രണ്ടലിന്റെ ആൾക്കാരോട് ഇവിടെ കൊടുത്തത് നമ്മൾ നന്ദി പറയാണ്. കാരണം നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം മാത്രമേ കിട്ടുള്ളൂ. അതിന് ഇവർക്ക് ഒരു നല്ലൊരു കയ്യടി ഇവർക്ക് വേണ്ടി കൊടുക്കും. അപ്പൊ ഒരുപാട് സന്തോഷം. ബാക്കി കുഞ്ഞാപ്പ് എന്തെങ്കിലും രണ്ടു വാക്ക് പറയും. കുഞ്ഞാപ്പോ പറഞ്ഞോട്ടെ. തല്ലിഞ്ചേട്ടൊന്ന് തല്ലുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, തുടങ്ങി മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷൻ, സാധാരണ വർത്തമാനം പറഞ്ഞാൽ അതിന് നമുക്ക് വെച്ചാൽ ഇന്ന് മിക്കവാറാടി ഉണ്ടാവും. മാന്യ സദസ്സിന് വന്ദനം. അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ അറിയുള്ളൂ. സ്റ്റേജിലൊന്നും വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ പോരെ, എന്നാ അങ്ങനെ വേണ്ട, കുറച്ചും കൂടി കുഞ്ഞാപ്പ് പോയാലോ. കൊമ്പക്കാട് കോയ വെളിപ്പത്തിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ്, കൊമ്പത്തിരുന്ന് പാടേണ്. നിങ്ങളെന്നെ കൈയടിച്ചു. നല്ലൊരു കൈ അടിച്ചു. അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. കൊമ്പങ്ങാട് തറവാട്ടിന്ന് ഇപ്പച്ചിക്കും എനിക്കും ഇവിടെ വരാൻ സാധിച്ചതിന്, നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചതിനും ഒരുപാട് 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 സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്കൊരാളിങ്ങനെ ഒപ്പഞ്ഞെങ്കിലേ അല്ലല്ല അടി കിട്ടേണ്ടി വരും. എങ്ങനെ അടി അതൊന്നും അടിയില്ല, ഒന്നടി ലീവാണ്. അടി വീഡിയോയിലുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്യും, അതിലുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ അടിക്കുന്ന ഇഷ്ടം? നിങ്ങൾക്ക് എന്നെ തല്ലുന്ന ഇഷ്ടം? ഞാൻ പറന്നു പോണ ഇഷ്ടം? ആർക്കൊരുണ്ടാവും അടി കൊള്ളുന്ന. എന്നാലേ നേർക്കോലിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഇഷ്ടമുണ്ടോ? അടുത്ത വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കും. പരപ്പരങ്ങാടിക്ക് ഞാൻ കൊടുത്ത വാക്കാണ് ഏറ്റവും വലിയ നബീബല്ല സത്യം. ഇവിടെ വന്ന തന്നെ നമ്മള് വർത്തമാനം പറയാനല്ല, അടിച്ചു പൊളിക്കാനാണ് അല്ലേ. അപ്പൊ കയറി വന്നപ്പോ തന്നെ നല്ലൊരു പാട്ട് നമ്മള് കേട്ടേ. സാമിയേ ഇങ്ങോട്ട് പോരെ, സാമിയേ ഇങ്ങോട്ട് പോരി, സാമിയേ അല്ലേ. അപ്പൊ ഇനി നല്ലൊരു പാട്ട് ഉഷാറായിട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോയാലോ? അല്ലെന്നൊക്കെ വേണ്ടേ? നിങ്ങള് ഞങ്ങളെ വീഡിയോസ് മൊത്തം കാണുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? ചായപ്പൊടിയോ? സൈനെ കൊണ്ട അതല്ല, എടാ ഈ ചായപ്പൊടി അല്ല, ജാൻമണി. ചായപ്പൊടിയോ? അങ്ങനെ കേട്ടെ. കുഞ്ഞാപ്പു ഞാൻ സാരി എടുത്തിട്ടില്ല. മണിച്ചിത്രത്തായി അല്ലേ? എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, ഒരു ഇതേപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു സ്റ്റെപ്പ്, അതൊക്കെ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഏതാ പറ്റിയേ? ആ വീഡിയോക്ക് നല്ലൊരു കയ്യടി അടിയാണ്. അത് ഇതേപോലത്തെ ഏതൊരു ബ്രൈഡൽ ലണ്ടനിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതെ. പിന്നുണ്ട് വേറൊന്ന്, ഏതറിയോ? ചുണ്ടടി അവിടെ ഇതിന്റെ അടി ഇങ്ങോട്ട് തിന്നോ? നീ പറഞ്ഞോ. ആൾക്കാർക്ക് ഇഷ്ടമായില്ലേ? ഇനി വേറൊരു സാധനം കൂടി, 3 വീഡിയോ എനിക്കിഷ്ടമായത്.
ഒരു ഡ്രമ്മിന്റെ ഉള്ളിലേക്ക് ഒരു പോക്കും ഉണ്ടല്ലോ, നീർക്കോലിയും തവളായിട്ട്. അതിലുണ്ട് തവള ചാടില്ല, നീർക്കോലിന്റെ തവള തച്ചിക്കാണ് അതിനുള്ളിൽ കിട്ടിയത്. അതിലുണ്ട് എന്തേ പോന്നു നോക്കുമ്പോ കുന്തം പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ആ സാധനം എനിക്ക് നല്ല ഇഷ്ടമാണ്. അല്ല നമ്മളെ പൊക്കെ കേട്ടോ, നമ്മൾ ഓരോന്ന് കാണുമ്പോ നമുക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങളൊക്കെ റീൽസ് കാണുന്നവരാ എല്ലാവരും അല്ലേ? ഞങ്ങളും അതേപോലെ ഇരുന്ന് കാണുന്നവരാ. അതിൽ ഓരോന്നും ഇങ്ങനെ നോക്കുമ്പോ ഇഷ്ടമായത് നമ്മള് ലൈക്ക് ചെയ്തോട്ടല്ലോ, അങ്ങനെ ഇഷ്ടമായതാട്ടോ എനിക്ക്. പിന്നെ പറയാനുള്ളത് നമുക്ക് അടിച്ചു പൊളിക്കാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? അല്ലാണ്ട് അല്ല തുടങ്ങിയതല്ലേ? ശരി, കഴിഞ്ഞില്ലേ? ഡാൻസ് കഴിഞ്ഞില്ലേ? അടിച്ചു പൊളിച്ചില്ലേ? ഇല്ല, പാട്ട് പാടുവേ? എന്നാ പാട്ടിന്റെ മുന്നേ ഒരിക്കൽ മിമിക്രി എടുത്ത് കൊടുത്ത് അപ്പൊ ഞങ്ങൾക്ക് സെറ്റ് ആക്കട്ടെ. ആണോ? മിമിക്രി വേണോ? അതുണ്ടായിക്കോട്ടെ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യോ മിമിക്രി ചെയ്താല്? എനിക്ക് സൗണ്ടൊക്കെ പോയി, കാരണം എന്തായാലും നീർക്കോലിയായിട്ട് ഇനി വീഡിയോ എടുത്തിനെ ആർത്ത് സൗണ്ട് ഉണ്ടാക്കി സൗണ്ടൊക്കെ പോയി. അപ്പൊ കഴിയണ പോലെ ഞാൻ എടുക്കാം, സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായി മണിച്ചിത്രത്താഴില് കുതിരവട്ടം പപ്പുച്ചേട്ടൻ ചോദിച്ചു. റെഡിയാണോ? നല്ലൊരു കൈഡി കിട്ടിയത് അത്. ഓക്കെ, തുടങ്ങട്ടെ. അപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. ഞാനാരുമല്ല, മാടമ്പള്ളിയിലെ പഴയ കോയെന്നെ. മിണ്ടാതെ ഉരിയാടാതെ മേടപ്പുള്ളിലെ 4 മൂലയിലും കൊണ്ട് സ്ഥാപിക്കാം. താങ്ക് യു. മിമിക്രി കഴിഞ്ഞു, ഇന്നെന്താ പാട്ട്? അടിയോ? അടിയില്ലാന്ന് രാവിലെ തന്നെ പറഞ്ഞു, വന്നപ്പോ തന്നെ പറഞ്ഞു. അടിച്ചാൽ സ്റ്റേജിൽ കുറെ സ്ഥലമാണ്, അപ്പൊ നമുക്ക് ഒതുക്കിക്കാണ്ട് നിന്നുകാണ്ട് പാട്ട് പാടും. ഈ പോകും കൊമ്പങ്കാട് കോയന്റെ വണ്ടി. ഇത് കൊടുക്കുക